സ്പെയിനിൽ താമസിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു രേഖയാണ് എൻപാദ്രമെന്തോ എന്ന് പറയുന്നത്. സ്പെയിനിൽ നിങ്ങൾ താമസിക്കുന്ന വിലാസത്തിന്റെ ഒരു രജിസ്റ്റർ രേഖയാണ് എൻപാദ്രമെന്തോ. സ്പെയിനിൽ നിങ്ങൾക്ക് താമസിക്കാനായിട്ട് സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമത്, നിങ്ങൾ ആ താമസിക്കാൻ കണ്ടെത്തിയ സ്ഥലത്ത് നിങ്ങൾക്ക് എൻപാദ്രമെന്തോ ചെയ്യാൻ കഴിയുമോ എന്ന് വീട്ടുടമസ്ഥനോട് ചോദിക്കുക. പല സ്ഥലങ്ങളിലും വീട്ടുടമസ്ഥന്മാർ സമ്മതിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു അപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ ഒരു ബെഡ് സ്പേസിനോ ക്യാഷ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളത് വ്യക്തമായിട്ട് ചോദിച്ചറിയുക, എൻപാദ്രമെന്റ് രജിസ്റ്റർ ചെയ്ത് തരുമോ എന്നുള്ളത്. രജിസ്റ്റർ ചെയ്ത് തരും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻപാദ്രമെന്റ് വെക്കാനായിട്ട് സാധിക്കും. സ്പെയിനിൽ 8000-ലധികം മുനിസിപ്പാലിറ്റികളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ താമസിക്കുന്ന പ്രൊവിനൻസിന്റെ അടുത്ത് തന്നെയുള്ള മുനിസിപ്പാലിറ്റിയിൽ വേണം എൻപാദ്രമെന്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട്. രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമെന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ പാസ്പോർട്ടിന്റെ ഒറിജിനലും പാസ്പോർട്ടിന്റെ കോപ്പിയും ആവശ്യമാണ്. പിന്നെ വാടക കരാർ ആവശ്യമാണ്. പിന്നെ ഒരു ചെറിയൊരു ഫോം ഉണ്ട്, എൻപാദ്രമെന്റ് പൂരിപ്പിക്കുന്ന ഒരു ഫോം. ആ ഫോമും ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത്. ഈ 4 കാര്യങ്ങൾ കൊണ്ട് വേണം എൻപാദ്രമെന്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മൾ പോവാനായിട്ട്. എൻപാദ്രമെന്റ് രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ആണ് കിട്ടാൻ പോകുന്നത്. ഹെൽത്ത് കെയർ സെക്ടറിലുള്ള ബെനിഫിറ്റ്. ഇവിടെയുള്ള ഹെൽത്ത് കെയർ സിസ്റ്റത്തിലൊന്നും നമ്മൾ ക്യാഷ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഫ്രീ ആയിട്ട് നമുക്ക് ചികിത്സ കിട്ടും. അപ്പോൾ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലുള്ള ബെനിഫിറ്റ് ആണ് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ എഡ്യൂക്കേഷണൽ പർപ്പസ്. നമ്മുടെ കുട്ടികൾക്ക് 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ഈ ആയിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടും. എൻപാദ്രമെന്റ് രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് അങ്ങനെ ഒരു വിദ്യാഭ്യാസം കിട്ടത്തുള്ളൂ. പിന്നെ ഉള്ളതാണ് സോഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് കൂടാതെ തന്നെ നമ്മൾ ഈ എൻപാദ്രമെന്റ് രജിസ്റ്റർ ചെയ്തിട്ട് കൃത്യം 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നിയയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് എൻപാദ്രമെന്റ് ഏത് കാലഘട്ടത്തിലാണോ രജിസ്റ്റർ ചെയ്തത് ആ തീയതി മുതൽ ലാസ്റ്റ് ഉള്ള തീയതി വരെ കണക്ക് കൂട്ടിയിട്ടാണ് നിങ്ങൾ സ്പെയിനിലോട്ട് എപ്പോഴാണ് വന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ കാര്യത്തിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എൻപാദ്രമെന്തോ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്. സ്പെയിനിലെ എല്ലാ സ്പാനിഷുകാരും ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും എൻപാദ്രമെന്തോ വളരെ ആവശ്യമാണ്. ലാസ്റ്റ് സെഗ്മെന്റ് ആണ് അപ്പോയിന്റ്മെന്റ് എടുക്കുക എന്നുള്ളത്. സിറ്റി കൗൺസിലിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് എൻപാദ്രമെന്തോ എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഡേറ്റും ടൈമും കൊടുക്കുക. ഈ ഡേറ്റും ടൈമും കൊടുക്കുന്നതനുസരിച്ചിട്ടാണ് നിങ്ങളെ ഏത് ദിവസമാണ് വിളിക്കേണ്ടതെന്നുള്ളത് അവർ തീരുമാനിക്കുന്നത്. കൃത്യം ആ ഡേറ്റും ടൈമിലും നിങ്ങൾ ചെല്ലുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം സ്പാനിഷുകാർ വളരെ പഞ്ച്വലാണ്. കൃത്യം ആ ഒരു പഞ്ച്വാലിറ്റി നിങ്ങൾ പാലിച്ചിട്ട് വേണം ചെല്ലാനായിട്ട്. ചെല്ലുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, മുകളിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സിന്റെയും പ്രിന്റ് എടുത്തിട്ട് വേണം നിങ്ങൾ ചെല്ലാനായിട്ട്. വാടക കരാർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വാടക കരാറും, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ ഉടമസ്ഥന്റെ പേരിലുള്ള സൈനും ഓതറൈസേഷൻ ലെറ്ററും കൂടി കൊണ്ടുപോകാനായിട്ട് മറക്കരുത്. സ്പെയിനിൽ വന്നിരിക്കുന്ന ആളുകൾ എൻപാദ്രമെന്തോ ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. ഈ പേപ്പറാണ് നിങ്ങൾക്ക് സ്പെയിനിന്റെ എല്ലാ ബെനിഫിറ്റും നൽകുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ള ആരെങ്കിലും ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്തോളൂ. അപ്പൊ അടുത്ത വ്ലോഗിൽ കാണുന്നവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.